ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പെസഹാകാലത്തിലെ 6-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ 6-ാമത്തെ ഞായറാഴ്ച വചന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ ഉള്ള തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളെ ധ്യാനിച്ചപ്പോൾ ഒരമ്മയുടെ പരാതിയിലേക്കാണ് എൻ്റെ മനസ്സ് പോയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരമ്മച്ചി ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: എൻ്റെ മക്കൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല അച്ഛാ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ പറയാനുള്ളൊരു കാരണം ഉണ്ടാകുമല്ലോ, അതെന്താണ്? അപ്പോൾ അമ്മ പറയുകയായിരുന്നു, അച്ഛാ, ഞാൻ പറയുന്ന ഒരു കാര്യവും എൻ്റെ മക്കൾ അനുസരിക്കാറില്ല. ജോലിക്ക് പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളെയും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകാറ്. എന്നാൽ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവരത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വീടൊക്കെ ആകെ അലങ്കോലമായി അവരിട്ടിട്ടുണ്ടാകും. പലപ്പോഴും വീട്ടിലേക്ക് വരുന്നതിന് പകരം ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കുവാനാണ് എനിക്കിഷ്ടം. സുവിശേഷ ഭാഗവുമായി ഇതിനെ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് ഇങ്ങനെയാണ് അരുൾ ചെയ്യുക: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അങ്ങനെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം നമ്മളോട് സ്നേഹമുള്ള വ്യക്തികളാണ് എന്ന്. ഈ അമ്മയുടെ പരാതിയിലും അത് തന്നെയാണ് നമ്മൾ കാണുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവത്തെ ഗാഢമായി സ്നേഹിച്ച അനേകം വ്യക്തികൾ സുവിശേഷത്തിലുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതം എടുത്ത് പരിശോധിക്കാനാണ് ഇന്നത്തെ ഈ വചന വിചിന്തനത്തിൽ ഞാൻ ആഗ്രഹിക്കുക. മറ്റാരുമല്ല, എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ, ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരമ്മയാണ്. ആ സ്നേഹം അവൾ പ്രകടിപ്പിച്ചത് അനുസരണത്തിലൂടെയാണ്. ദൈവം അവളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുസരിക്കാൻ അവൾ തയ്യാറായിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുക. ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ച് വിവാഹം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവൾ തൻ്റെ ഭർത്താവുമായി സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്ന ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല പരിശുദ്ധ അമ്മ ശ്രവിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച അവൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ എല്ലാം തന്നെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ആ മനസ്സ് ഉള്ളതുകൊണ്ടാണ് അവൾ ഇപ്രകാരം പറയുന്നത്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ അനുവദിച്ച ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പരിശുദ്ധ അമ്മ എന്ന് നമുക്കറിയാം. ഇനി ആ പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കുക, കൽപ്പനകൾ പാലിക്കുക മാത്രമല്ല ചെയ്തത്, മറ്റുള്ളവരെ കൂടെ കൽപ്പനകൾ പാലിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും വേണ്ടി ഒരുക്കുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് പോലെ ചെയ്യാനാണ് പരിശുദ്ധ അമ്മ അവരോട് ആവശ്യപ്പെടുക. അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്ത അവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടായി, സന്തോഷമുണ്ടായി. അവർ നിരാശയിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായി നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സങ്കടങ്ങൾ ഇല്ലാതിരിക്കുകയില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അത് വചനം അനുസരിക്കുന്നതിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ സങ്കടങ്ങളെയും വേദനകളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അങ്ങനെ കർത്താവ് നമ്മുടെ പക്ഷത്ത് വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം. അത് ഇതാണ്: നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക? അത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ്.
ഈ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകണം. അങ്ങനെ അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അവരൊരിക്കലും ജീവിതത്തിൽ പതറിപ്പോവുകയില്ല, അവരൊരിക്കലും ജീവിതത്തിൽ തകർന്നു പോവുകയില്ല. കാരണം കർത്താവ് അവരുടെ പക്ഷത്തുണ്ടാകും. ഇങ്ങനെ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ, കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ അവിടുന്ന് നൽകുന്ന ഈ വലിയ വചനഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാം. അങ്ങനെ ദൈവം സ്നേഹിക്കുന്നവരാകാൻ, ദൈവം കൂടെ വസിക്കുന്നവരാകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഈ ആഴ്ച പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.